ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുന്നേ, അതായത് 15-ാം തീയതി എടുത്തു വെച്ച വീഡിയോ ആണ്. ഈ മാസം 15-ാം തീയതി എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും, പിന്നെ എന്താ പറയുക, വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് എടുത്തപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അത് ചെറുതാക്കണം, പിന്നെ സൗണ്ട് കൊടുക്കണം. ഇതൊക്കെ കൊണ്ട് ഞാനങ്ങ് ഒരു മടിച്ച് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. പിന്നെ വിചാരിച്ച് ഇടാം, ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങളെടുത്ത ക്ഷേത്രത്തിൽ നറുക്കെടുപ്പാണ്. അത് പിന്നെ ഓരോ ദിവസം ഈ ചിട്ടി പോലെ ഓരോ മാസവും ഓരോ സമ്മാനം, അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കുറച്ച് ഭൂമി വാങ്ങിക്കാനായിട്ട് ഒരു നറുക്കെടുപ്പ് പോലെ നടത്തിയതാണ്. അപ്പോൾ അതിൽ നമ്മൾ 1 വർഷമാണ്. അപ്പോൾ നമുക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും ബമ്പർ 3 സമ്മാനമൊക്കെ ഉണ്ട്. ഓരോ മാസം ഓരോ സമ്മാനം കിട്ടും. അവസാനം 3 സമ്മാനങ്ങളായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കിട്ടാത്തവർക്ക് മിക്സി അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഗ്യാസ് അടുപ്പ് അങ്ങനെയുള്ള അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായിരുന്നാലും നമ്മൾ ബമ്പർ വാഷിംഗ് മെഷീനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയാണ് പോയത്. പക്ഷെ നമുക്ക് പിന്നെ പ്രോത്സാഹന സമ്മാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഞങ്ങൾക്ക് മിക്സിയാണ് കിട്ടുക. എനിക്കും കിട്ടിയില്ല, ശ്രീകുട്ടിക്കും കിട്ടിയില്ല, സ്വന്തം കുഞ്ഞമ്മയ്ക്ക് കിട്ടിയില്ല. ഞങ്ങൾ 3 രൂപയാണ് പോയത്. ഞങ്ങൾക്ക് 3 പേർക്കും എന്തായാലും കിട്ടിയില്ല. കിട്ടിയ മിക്സി കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു. ഞങ്ങൾ 3 പേരും മിക്സി നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഇത് വേണോ അല്ല മിക്സി വേണോ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും മിക്സി തന്നെയാണ് പറഞ്ഞത്. കാണുമ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അതിന് ഞങ്ങൾ ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അൺബോക്സിങ് ആണ്. അപ്പോൾ കുഞ്ചൂസാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത്. ഇത് ബട്ടർഫ്ലൈയുടെ ജൂബിലൻറ്റ് 3 ജാർ മിക്സർ ഗ്രൈൻഡറാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ബട്ടർഫ്ലൈയുടെ മിക്സിയാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുഞ്ചൂസിന് വരാൻ വിളിച്ചപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ ഇത് കണ്ടപ്പോൾ കുഞ്ചൂസിൻ്റെ പിണക്കമൊക്കെ അങ്ങ് മാറി. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റേ യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ മോട്ടറും കുഞ്ഞു ജാറുമായിട്ടാണ് വരുന്നത്. റെഡ് കളറാണ് കിട്ടിയിരിക്കുന്നത്. ജാറൊക്കെ അത്യാവശ്യം തീരെ ചെറിയ ജാറൊന്നുമല്ല, വലിയ ജാറൊക്കെ തന്നെയാണ്. 3 ജാറുണ്ട്. ഇത് കുഞ്ഞു ജാർ പോലെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ബൗൾ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ജാറ് കാണാനായിട്ട്. പിന്നെ ഇനിയും നമ്മൾ അരയ്ക്കുന്ന ജാറുണ്ട്, പൊടിക്കുന്ന ജാറ്, അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. പക്ഷേ ജാറ് തുറക്കാനും ഇടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. അപ്പം നമുക്ക് പിന്നെ മിക്സി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. എന്തായാലും ഒരു സമ്മാനം കിട്ടുമല്ലോ, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേറെ ഒരു നല്ല കാര്യം അല്ലെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എൻ്റെ കയ്യിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഞാൻ ക്യൂടെക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ പിന്നീട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കുമോ എന്നൊരു ചിന്ത വരണത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കൈ വൃത്തികേടാക്കുന്നത്, ഇങ്ങനെയൊക്കെ ക്യൂടെക്സ് ഇട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇത് നമ്മൾ അരയ്ക്കുന്ന ജാറ്. പക്ഷേ ഇതും അടയ്ക്കാനും തുറക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഇത്തിരി ടൈറ്റ് പോലെ തോന്നി. നമ്മളെന്തായാലും മിക്സി പിന്നെ പ്രവർത്തിപ്പിച്ച് നോക്കിയില്ലായിരുന്നു. ഇനി നോക്കാതെ അപ്പോഴും വിട്ടുപോയായിരുന്നു. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ തൽക്കാലം നമുക്കുണ്ട്, മിക്സി ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമോ എന്തോ. ഇത് വലിയ ജാറ്, ഇതും അത്യാവശ്യം വലിയ ജാറ്. നമ്മളെ കയ്യിൽ ഇരിക്കുന്ന മിക്സി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് 4 ജാറുള്ള ഇതാണ്, ജ്യൂസറും കൂടി വരുന്നതാണ്. പക്ഷേ ഇത് 3 ജാറ്. ഇതൊക്കെ പക്ഷേ ജാറെല്ലാം അത്യാവശ്യം നല്ല വലിയ ജാറുകളാണ്. അങ്ങനെയല്ല, നമ്മൾ വച്ചൊക്കെ നോക്കി. ഇത് സ്പാച്ചുല അല്ലേ, ഇത് സീതമ്മയാണ് കേട്ടോ. സീതമ്മയാണ് അങ്ങനെയൊക്കെ നോക്കുന്നത്. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ മിക്സി. എന്തായിരുന്നാലും നമ്മൾ ഹാപ്പി. നമുക്കിപ്പോൾ ബമ്പർ അത് മിക്സി പ്രതീക്ഷ തന്നെയാണ് നമ്മൾ എടുത്തത്. പക്ഷേ എന്തായാലും നല്ല സന്തോഷമായി നമുക്ക്.
കുഞ്ചൂസേ സന്തോഷമായ ഓ